സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ കളക്ഷൻ ആണ്. ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ആ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ പ്രസന്റ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത്. ഡേറ്റ കളക്ഷൻ മാത്രമല്ല. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ പ്ലൂറൽ സെൻസിലും സിംഗുലർ സെൻസിലും പറയുന്നുണ്ട്. പ്ലൂറൽ സെൻസിൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. എന്നാൽ ആ സിംഗുലർ സെൻസിൽ പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുക, അങ്ങനെ സമ്മറൈസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് സിംഗുലർ സെൻസിലും സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഏറ്റവും വലിയ പോരായ്മയായിട്ട് തന്നെ പറയുന്നത് ആവറേജ് കാണുന്നതിൽ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സത്യം എന്നാണ്. മറ്റുള്ള ഒരു കാര്യത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് സത്യമല്ല, ശരാശരിയുടെ കാര്യത്തിൽ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സത്യം എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഈ ആവറേജ് കാണാൻ വേണ്ടി ഉള്ളതാണ്. അതില് നമുക്ക് ഉപയോഗിക്കുന്നത് മീനാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആവറേജ്, മീന്, മോഡ്, മീഡിയൻ എന്നൊക്കെ പറയുന്ന ആവറേജ് കാണാൻ കണ്ടുപിടിക്കാനുള്ള ടൂൾസ് സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീനാണ്. ആ മീന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഡേറ്റ കളക്ഷന് വേണ്ടി ഡേറ്റ കളക്ട് ചെയ്ത് മാറ്റുന്നതിന് 3 സീരീസ് ആയിട്ട് നമുക്ക്, ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നതും, 2 ഡിസ്ക്രീറ്റ് സീരീസ് എന്നും, 3 കണ്ടിന്യൂസ് സീരീസ് എന്നുമാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. നമുക്ക് ഡേറ്റ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ഡേറ്റ ഉള്ള സമയത്ത് നമുക്ക് ഓരോ ഡേറ്റ ആയിട്ട് എടുത്തു പറയാം. ഓരോന്നിന്റെയും വാല്യൂ എടുത്ത്, ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് പറയുമ്പോഴാണ് ഇൻഡിവിജ്വൽ സീരീസ് ആവുന്നത്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ്സിൽ കുട്ടികളുടെ മാർക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഒരു 10 കുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവരുടെ മാർക്ക് പറയാം നമുക്ക്. പക്ഷേ ധാരാളം കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് 10 മാർക്ക് കിട്ടിയ 2 പേരെന്നും 25 മാർക്ക് കിട്ടിയ 3 പേരെന്നും എന്ന രീതിയിൽ എഴുതുമ്പം അത് ഡിസ്ക്രീറ്റ് സീരീസ് ആവും. അവിടെ വാല്യൂ, ആ വാല്യൂവിന്റെ ഫ്രീക്വൻസി ഉണ്ടാവും. എന്നാൽ ഡേറ്റ വീണ്ടും കൂടുന്ന സമയത്ത്, നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മളൊരു റേഞ്ച് ഇട്ട് പറയും. 0 to 10, 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ ഇത്ര ആൾക്കാർ, 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം, ഇങ്ങനെ പറയുന്നതിനെ കണ്ടിന്യൂസ് സീരീസ് എന്നും പറയും. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് എന്നുള്ള 3 തരത്തിലുള്ള സീരീസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. ഡേറ്റ കളക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന സീരീസ് ആണ് ഇവയൊക്കെ. നമുക്ക് ഓരോന്നിലും, ഓരോ സീരീസിലും നമുക്ക് എങ്ങനെ മീൻ കണ്ടുപിടിക്കാമെന്നും, ആ മീൻ കണ്ടുപിടിക്കുന്നതിന് പല മെത്തേഡ്സ്, പല രീതികളുണ്ട്. അരിത്തമെറ്റിക് മീൻ കാണുന്നതിന് തന്നെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ 2 പ്രധാന മെത്തേഡുകളാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൽ നോക്കാം. ഒരു ഇൻഡിവിജ്വൽ സീരീസില് ഡയറക്റ്റ് മെത്തേഡില് നമുക്ക് എങ്ങനെ മീൻ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ മീനിനെ എക്സ് ബാർ എന്നുള്ള ടേം കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമുക്ക് മീൻ എന്ന്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അർത്ഥം മീൻ എന്നാണ്. ആ മീന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻഡിവിജ്വൽ സീരീസില് സിഗ്മ എക്സ് ബൈ എന്നാണ്. സിഗ്മ എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ആ വാല്യൂസിന്റെ ആകെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞത്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ആ വാല്യൂവിന്റെ ടോട്ടൽ ആണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. എൻ, സ്മോൾ ലെറ്റർ എൻ ആണ്, അത് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. എത്ര നമ്പർ ഉണ്ട് അതാണ് എൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരെണ്ണം, ഒരു എക്സ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള 20, 10, 15, 10, 17 എന്നാണ് തന്നിരിക്കുന്നത്. 17. ഇപ്പൊ നമുക്ക് ഇവിടെ 2, 4, 5 ഐറ്റങ്ങളാണ് ഉള്ളത്. നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 20 plus 10, 30, 30, 45, 55, 55ഉം 70ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പം 135 ആയി, 125 ആയി. നമുക്ക് ഇതിനെ, ഈ കിട്ടിയതാണ് നമുക്ക് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ഈ കിട്ടിയ വാല്യൂ സിഗ്മ എക്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി, എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി സിഗ്മ എക്സ് ബൈ എൻ എന്നാണ്. ഇവിടെ സിഗ്മ എക്സ് എന്ന് വെച്ചാൽ 125 ആണ്. 125 ബൈ നമ്പർ 5 ആണ്. നമ്മുടെ മീൻ എന്ന് പറഞ്ഞാൽ 25 ആണ്.
അത് അതിന്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 ആയിട്ടാണ്. ഇത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിന്റെ ഫോർമുലയാണ് നമ്മൾ ഈ പറഞ്ഞ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ സീരീസിൽ ഉള്ള മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഇതേ ക്വസ്റ്റിനെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് ഫോർമുല ചെയ്യാം. അപ്പൊ എക്സ് എന്നൊരു കോളം ഉണ്ട്, നമ്മൾ ഡി എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കണം, ഡീവിയേഷൻ എന്നാണ്. എന്നിട്ട് നമുക്കൊരു അസ്യൂംഡ് ആവറേജ് എടുക്കാം. ഞാൻ അസ്യൂംഡ് ആവറേജ് 15 എടുക്കാം. നിങ്ങൾക്ക് ഏതെടുത്താലും ഒരു ആൻസർ തന്നെ ഉണ്ടാവും. നമുക്ക് ആ 15 ഞാൻ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുത്തു. അപ്പൊ 20ൽ നിന്ന് ഈ 15 കുറയ്ക്കുന്ന സമയത്ത് 5, 10ൽ നിന്ന് 5 കുറച്ചാൽ -5, 15ൽ നിന്ന് 50 കുറച്ചാൽ 0, 10ൽ നിന്ന് 15 കുറച്ചാൽ -5, 70ൽ നിന്ന് നമ്മൾ 15 കുറയ്ക്കണം. ആ 15 കുറയ്ക്കുന്ന സമയത്ത് 55, പോസിറ്റീവ് 55. നമ്മൾ അവിടെ നെഗറ്റീവ് ആഡ് ചെയ്തപ്പം നെഗറ്റീവുകൾ ആഡ് ചെയ്യണം. 10 ആയി, പോസിറ്റീവ് ആഡ് ചെയ്ത 60 ആയി. അപ്പം പോസിറ്റീവ് വാല്യൂ 60 ഉണ്ട്, നെഗറ്റീവ് വാല്യൂ 10 ആണ്. അപ്പം പോസിറ്റീവിൽ നിന്ന് ആ നെഗറ്റീവ് കുറയ്ക്കുന്ന സമയത്ത് 50 എന്ന് കിട്ടും. അതായത് 55 പ്ലസ് 5 60 മൈനസ് 10 50 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ എന്നാണ്. എ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അസ്യൂംഡ് ആവറേജ് എടുത്ത 15 ആണ്, പ്ലസ് നമ്മുടെ സിഗ്മ ഡി എന്ന് വെച്ചാൽ 50 ആണ്, പോസിറ്റീവ് തന്നെ n 5 ആണ്. അതായത് 15 പ്ലസ് 10 ആണ് ഈക്വൽ 25. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ തന്നെ കിട്ടി. നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോഴും നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്തപ്പോഴും ഒരേ ആൻസർ തന്നെ നമുക്ക് കിട്ടാം, ഒരേ വാല്യൂ തന്നെ നമുക്ക് ഉണ്ടാവും. അത് 25 കിട്ടി. ഇത് നമ്മുടെ ഡയറക്റ്റ് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ മീൻ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ ഇത് പഠിച്ചത്. അടുത്ത ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്ന സമയത്ത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വെച്ചാൽ വാല്യൂവും ഫ്രീക്വൻസിയും ഉണ്ടാവും. നമുക്ക് എക്സ് മാർക്കാണെന്നിരിക്കട്ടെ, എഫ് നമ്പറാണ്, ഫ്രീക്വൻസിയാണ്. അതായത് 10 മാർക്ക് കിട്ടിയ 5 പേര്, 20 മാർക്ക് കിട്ടിയ 4 പേര്, 30 മാർക്ക് കിട്ടിയ 2 പേര്, 40 മാർക്ക് കിട്ടിയ 3 പേര്. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസിയും ഇത് നമ്മുടെ വാല്യൂസും ആണ്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ കോളം ആക്കണം. എക്സിനൊരു കോളം, എഫിനൊരു കോളം, എഫ് എക്സിനൊരു കോളം. എഫ് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ്. അതായത് 10 ഇൻറ്റു 5 50, അടുത്ത 20 ഇൻറ്റു 4 80, 30 ഇൻറ്റു 2 60, 40 ഇൻറ്റു 3 120. എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കണം. 120, 180, 360, 360 പ്ലസ് 50, 410. ഇവിടെ നമ്മുടെ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കണം. 5, 4, 9, 11, 14. എന്നിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു പ്രധാനമായിട്ട് നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നാണ്. സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഇവിടെ എന്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ആ എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. എഫിന്റെ ടോട്ടലാണ്. എഫിന്റെ ടോട്ടൽ നമുക്ക് കിട്ടിയ 14 ആണ്. അപ്പൊ ഇവിടെ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 410 ആണ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 14 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്.